Hello friends, welcome back to dearattire. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ദുപ്പട്ട ഡിസൈനിങ് ആണ്. പ്ലെയിൻ ഫാബ്രിക്കിൽ നമ്മൾ ദുപ്പട്ട വേണ്ടി കട്ട് ചെയ്ത് അതിൽ ഫാബ്രിക്കിന്റെ ബോർഡർ കൊടുത്ത് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. അതിനു വേണ്ടി ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2.5 മീറ്റർ തികച്ചില്ല, 2.25-നും 2.5 മീറ്ററിനും ഇടയിലുള്ള ഒരു മെഷർമെന്റ് ആണ്. 2.25-നേക്കാൾ കുറച്ചുകൂടി കൂടുതലായിട്ട് വരുന്ന ഒരു ലെങ്ത് ആണ് ഞാൻ ദുപ്പട്ടയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വിഡ്ത്ത് ഒരു 36 മതി. അതിൻ്റെ കൂടെ +1 നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള സെയിം അലവൻസും കൂടെ ആഡ് ചെയ്തിട്ട് 37-ൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ മാർക്കുകൾ തമ്മിൽ യോജിപ്പിച്ച് കട്ട് ചെയ്യുക. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ബോർഡർ ആയിട്ട് വെട്ടിപ്പിടിപ്പിക്കാനായിട്ടുള്ള ഡിസൈനർ മെറ്റീരിയൽ. ഇത് നമുക്ക് എത്ര വീതിയിലാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ആദ്യം തന്നെ നമ്മൾ വെറുതെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക, കാരണം ഏറിയും കുറഞ്ഞൊക്കെയാണ് ഫാബ്രിക് കിടക്കുന്നതെങ്കിൽ പിന്നീട് കട്ട് ചെയ്യുന്നതൊക്കെ കറക്റ്റായിട്ട് വരാനാണ്. അതിനുശേഷം നമുക്ക് ബോർഡറിന് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് അതേ +1 ഇഞ്ച് കൂടുതൽ നമ്മൾ മാർക്ക് ചെയ്യുക. അതായത് 2 ഇഞ്ചിന്റെ ബോർഡർ വേണമെങ്കിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള വിഡ്ത്തിൽ ഒരു പീസ് വെട്ടിയതിന് ശേഷം അത് മറ്റേതിന്റെ മുകളിലോട്ട് വെച്ച് ആവശ്യത്തിനുള്ള അത്രയും പീസ് വെട്ടി എടുക്കുക. അപ്പോൾ നമ്മൾ പീസ് വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ദുപ്പട്ടയിൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. അതിനു വേണ്ടി ആദ്യം തന്നെ നമ്മൾ ഈ പീസൊക്കെ കൂട്ടി യോജിപ്പിക്കുക. നല്ല വശവും കൂടെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എത്ര പീസ് ഉണ്ടോ ആ പീസ് മൊത്തം ഇതുപോലെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ദുപ്പട്ടയുടെ മെറ്റീരിയൽ എടുക്കുക, അതിന്റെ റോങ് സൈഡ് എടുക്കുക. അതായത് അതിന്റെ മോശം വശം എടുത്തിട്ട് അതിന്റെ മോശം വശത്തോട്ട് നമ്മുടെ ബോർഡറിന്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. നമുക്കിത് ദുപ്പട്ടയുടെ നല്ല വശത്തോട്ട് മറിച്ചെടുക്കേണ്ടതാണ്. ദുപ്പട്ടയുടെ റോങ് സൈഡിലാണ് നമ്മൾ ബോർഡറിന്റെ നല്ല സൈഡ് വെച്ചിട്ട് അടിച്ചെടുക്കുന്നത്. ഇതുപോലെ അങ്ങ് അറ്റം വരെ അടിക്കുക. കോർണർ വരുമ്പോ എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. ആ കോർണർ വരുമ്പോ ഇതുപോലെ ആ കോർണറിനനുസരിച്ച് മടക്കി വെച്ച് കൊടുക്കുക. ഒരു പോയിന്റിൽ അങ്ങനെ പിടിച്ചതിന് ശേഷം ഇതുപോലെ മടക്കി വെച്ച് കൊടുത്ത് നമ്മൾ ആ ഒരു കോർണർ കറക്റ്റ് ആയിട്ട് എടുക്കുക. ഇതുപോലെ 4 സൈഡിലും നമ്മൾ തയ്ച്ചു കൊടുക്കുക, 4 കോർണറിലും. രണ്ടാമത്തെ കോർണർ നമ്മൾ തയ്ച്ചു. ഇതുപോലെ തന്നെ 2 സൈഡും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ബോർഡറിന് വേണ്ടിയിട്ടുള്ള ഫാബ്രിക് ദുപ്പട്ടയുടെ നല്ല വശത്തേക്ക് തിരിക്കുക. ഇതുപോലെ നല്ല വശത്തേക്ക് തിരിക്കുക. അതിനുശേഷം നമ്മൾ ആ അടിച്ച് മറിച്ച അതേ സൈഡിൽ തന്നെ ഇതുപോലെ അടിച്ചു കൊടുക്കുക. എൻ്റെ പ്രഷർ ഫൂട്ടിന്റെ വശം ഈ സൈഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തിരിച്ച് വെച്ച് തയ്ക്കുന്നത്. ഇതിപ്പോ നമ്മൾ ആ ഒരു ഡിസൈനർ മെറ്റീരിയലിന്റെ നല്ല വശത്താണ് കേട്ടോ തയ്ക്കുന്നത്. അതിന്റെ ഒരു അരികിലാണ് നമ്മൾ തയ്ക്കുന്നത്, പതിച്ചടിച്ച് അതേ സൈഡിൽ തന്നെ. കോർണറൊക്കെ വരുമ്പോൾ ഇതുപോലെ നമ്മൾ തിരിച്ച് വെച്ചിട്ട് നമ്മൾ ആദ്യം തയ്ച്ച ആ ഒരു ഭാഗത്ത് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കണം. എന്നാലേ നമുക്ക് നല്ലതുപോലെ ആ ഒരു പോയിന്റ് വരത്തുള്ളൂ. അതിനുശേഷം ഇങ്ങനെ വെച്ച് നമുക്ക് തയ്ക്കാം. ഇതുപോലെ തന്നെ 4 സൈഡും അടിച്ചെടുക്കുക.
അങ്ങനെ ആ ഒരു സൈഡ് കഴിഞ്ഞു. ഇനി അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡ് ബാക്കി കിടക്കുന്ന പീസും ഇതുപോലെ തന്നെ മടക്കി അടിച്ചു പിടിപ്പിക്കുക. ഇതുപോലെ മടക്കി അടിച്ചു പിടിപ്പിക്കാനായിട്ടാണ് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ ചേർത്തേക്കുന്നത്. ആദ്യം നമ്മൾ അരയിഞ്ച് റോങ് സൈഡിൽ വെച്ച് അടിച്ചു. അതിനുശേഷം നല്ല വശത്തേക്ക് മറിച്ചൊരടി അടിച്ചു. അതിനുശേഷം മറ്റേ വശവും കൂടെ നമ്മളിപ്പോൾ മടക്കി അടിക്കുന്നു. ഇങ്ങനെ മടക്കി അടിക്കുമ്പോൾ നമ്മുടെ ദുപ്പട്ടയുടെ ഇടയിൽ ചുളുക്ക് വരാതെ നോക്കണം. ഇത് ഞാൻ റണ്ണിങ് മെറ്റീരിയൽ എടുത്ത് ദുപ്പട്ട ചെയ്തതാണ്. ഇതേ തീമിൽ തന്നെ ഒരു സൽവാറും കൂടെ ചെയ്യുന്നുണ്ട്. അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു വശം വരുമ്പോൾ നമ്മൾ മടക്കി കൊടുക്കണം. അത് ആ ഒരു കോർണർ കറക്റ്റായിട്ട് അതേ ഷേപ്പിൽ തന്നെ മടക്കി അതിന്റെ കോർണറിൽ വരുന്ന ഒരുമിച്ച് വരുന്ന 2 വശവും മടക്കി കറക്റ്റായിട്ട് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദുപ്പട്ടയുടെ സ്റ്റിച്ചിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ 4 കോർണറും ചെയ്ത് കൊടുക്കുക. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഓക്കെ, ബൈ.